എത്ര ഇപ്പം തന്നെ 41 ആയില്ലേ, സഹിക്കാൻ വയ്യ, വീട്ടിൽ കിടക്കാൻ വയ്യ, ഭയങ്കര ബുദ്ധിമുട്ട്. AC ഉള്ളവർക്ക് സുഖമായി കിടക്കാം, സാധാരണക്കാർക്കൊന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നല്ല ചൂടും നല്ല ദിവസങ്ങളിലും ചൂട് പാലക്കാട് കൂടും പറഞ്ഞു. അപ്പോൾ ഇതിന് നമ്മളൊക്കെ ഉണ്ടാകുമെന്ന് സംശയമാണ്. ഇങ്ങനെ ചൂടായ എന്താ ചെയ്യുക? നല്ല ചൂട്. പാലക്കാട് എങ്ങനെ ചൂട്? അങ്ങനെ ചൂടായില്ല, ആദ്യമായിട്ടാണ്. ചൂട് എങ്ങനെയുണ്ട് പാലക്കാട്? നല്ല ചൂടാ. വേറെ വഴിയില്ലല്ലോ. ഇല്ല വളരെ മാറ്റം കൂടുന്നു പറയുന്നത്. കാരണം കേട്ടാ ഇനി ഒരു 15 ദിവസം 20 ദിവസം പിടിക്കുന്ന സമയം, അതുവരെ നമുക്ക് കൊണ്ടുതന്നെ ആകണം, വേറെ വഴിയില്ലല്ലോ. ചൂട് എങ്ങനെയുണ്ട്? ഒരു 10 മണി വരെ വർക്ക് ചെയ്യുക. കഴിഞ്ഞ സ്ഥലം പിടിയാണ്, അതിഭയങ്കരമായ ചൂടല്ലേ. വീട്ടിലൊന്നും താമസിക്കാൻ പറ്റാണ്ട് രാത്രി 7 മണിയായി പുറത്തിറങ്ങി എവിടെയെങ്കിലും ഇരിക്കുക. രാത്രി 11 മണി വരെയൊക്കെ മരച്ചോട്ടിലായിരിക്കണം. എന്താ ചെയ്യുക? ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക? ഉറക്കല്ലേ രാത്രി, അതിഭയങ്കരമായ ചൂടല്ലേ. ഇപ്പം തന്നെ വേർത്ത് കംപ്ലീറ്റ് കുളിച്ച് കഴിഞ്ഞ് തൊഴിലേ മതിയെന്ന് തോന്നുന്നു. കടുത്ത ചൂട്. നമ്മൾ ഒരു 11 മണി 12 മണി കഴിഞ്ഞാലും നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നാൽ ബൈക്കിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ല ചൂട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ചൂട് വന്നാണ്, ഫുള്ള് ചൂടാണ്. എന്തെങ്കിലും പോകുമ്പോഴേ കാണണം. എന്താ ചൂടിൻ്റെ നിൽക്കാൻ പറ്റണില്ല. കച്ചവടത്തിനൊക്കെ ഭയങ്കര ഫാൾട്ട്. ഇതിപ്പോൾ നേരം വെളുത്തിട്ടില്ല, അപ്പോഴേക്കേ എങ്ങനത്തെ ചൂട്. ഇനി നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായിരിക്കും സീന്? നല്ല മോശം. എന്താ കാലാവസ്ഥയെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് തന്നെ സംഭവം. ആരോടും പറഞ്ഞ് പ്രതിഷേധിക്കാൻ പറ്റാത്ത വിഷയമാണ്. അതാണ് സംഭവം. ഇതാരോടും പ്രതിഷേധിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സംഭവമാണ്. നല്ല ചൂടാണ്. നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ് പാലക്കാട്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ജീവിക്കാൻ തന്നെ വേണം. വേറെ നല്ല ചൂടാണ്. രാവിലെ തൊട്ട് തുടങ്ങുകയാണ് ചൂട്. രാത്രിയും ചൂടാണ്. രാത്രി AC ഇല്ലാണ്ട് ഒരു വീട്ടിലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ. AC ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല.